Good morning, students. Welcome to the class of Design of Concrete Structures 1. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്. ഫസ്റ്റ് ടൈപ്പ് 1 പ്രോബ്ലം ആണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഐഡൻറ്റിഫൈ വെദർ ദ സെക്ഷൻ ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ഓർ ഓവർ റീഇൻഫോഴ്സ്ഡ്. സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണമാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷൻ അണ്ടർ ആണോ ഓവർ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എക്സ് യു ബൈ ഡിയും എക്സ് യു ലിമിറ്റ് ബൈ ഡിയും കൂടെ കമ്പയർ ചെയ്യണം. ഓക്കെ, എക്സ് യു ബൈ ഡി ആൻഡ് എക്സ് യു ലിമിറ്റ് ബൈ ഡി കമ്പയർ ചെയ്യുമ്പോഴാണ് അത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് എക്സ് യു ബൈ ഡി ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ എക്സ് യു ലിമിറ്റ് ബൈ ഡി എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ആൻഡ് ഇൻ സച്ച് കേസ് വി ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ mu equal to 0.87 fy AST d 1 minus fy AST divided by FCK BD എന്നുള്ള ഫസ്റ്റ് ഇക്വേഷനാണ് നമ്മൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. എക്സ് യു ബൈ ഡി ഗ്രേറ്റർ ദാൻ എക്സ് യു ലിമിറ്റ് ബൈ ഡി എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ അത് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ് ആണ്. ഇൻ സച്ച് കേസ് വി ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ mu equal to 0.36 FCK BD XU in brackets 1 minus fy AST by FCK BD. This is equation for over reinforced section. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാണ്. ദിസ് ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലം ആണ്. ഇത് ഫസ്റ്റ് പ്രോബ്ലം. എ ബീം ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ 250 mm wide and 500 mm effective depth. It's provided with 4 bars of 16 mm diameter. Find the moment of resistance of the beam. Use M20 grade concrete and Fe415 steel. Okay, given in the question that it's a beam with a rectangular cross section having a width 250 mm and a depth. അതും എഫക്റ്റീവ് ഡെപ്ത് ആണ് തന്നിരിക്കുന്നത് 500 mm എന്നുള്ള ഇഫക്റ്റീവ് ഡെപ്ത് ആണ്. ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ടോപ്പ് ഫൈബർ തൊട്ടിട്ട് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള വെർട്ടിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫക്റ്റീവ് കവറും കൂടെ ഓവറോൾ ഡെപ്ത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ആ പെർട്ടിക്കുലർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ലെങ്ത്തിനെയാണ് ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ അസ് 500 mm. പിന്നെ ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് grade of concrete is M20, that is FCK. Characteristic strength of concrete FCK എന്ന് പറയുന്നത് 20 Newton per mm square. And it is given that Fe415 grade steel ആണ് യൂസ് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. That means yield strength of steel is 415 Newton per mm square. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. In addition, it's given that the beam is reinforced with 4 bars of 16 mm diameter. 4 ബാറാണ്, 16 mm 4 ബാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു റൈറ്റ് ഡൗൺ ദ ഗിവൺ ഡീറ്റെയിൽസ് ആസ് ഷോൺ ദ സ്ലൈഡ്. നെക്സ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ഏരിയ ഓഫ് സ്റ്റീൽ. ഏരിയ ഓഫ് സ്റ്റീൽ ഇസ് ഗിവൺ ബൈ 4 into pi by 4 into 16 square. 4 into pi by 4 into 16 square. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഒബ്റ്റെയിനിങ് ദിസ് വാല്യൂ ആസ് 804.247 mm square. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ് യു ബൈ ഡി ആൻഡ് എക്സ് യു ലിമിറ്റ് ബൈ ഡീനെ കമ്പയർ ചെയ്ത് നോക്കുക. വെദർ ഇറ്റ് ഈസ് ഓവർ റീഇൻഫോഴ്സ്ഡ് ഓർ അണ്ടർ റീഇൻഫോഴ്സ്ഡ് എന്നുള്ളത് കമ്പയർ ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എക്സ് യു ലിമിറ്റ് ബൈ ഡീൻ്റെ വാല്യൂ ഓൾറെഡി IS കോഡിൽ നിന്ന് നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതൊന്ന് ഡിറ്റർമൈൻ ചെയ്യുക. IS 456/2000 ക്ലോസ് 38.1 നിന്ന് എക്സ് യു ലിമിറ്റ് ബൈ ഡീൻ്റെ വാല്യൂ കിട്ടും 0.48 എന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എക്സ് യു ബൈ ഡി ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് യു ബൈ ഡീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ എക്സ് യുവിൻ്റെ ഇക്വേഷൻസ് ഓൾറെഡി അറിയാം. അതേ ഇക്വേഷന് ഡിയും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 0.322 എന്നുള്ള വാല്യൂ. ദാറ്റ് ഈസ് എക്സ് യു ബൈ ഡിയും എക്സ് യു ലിമിറ്റ് ബൈ ഡീൻ്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് അതിനെ കമ്പയർ ചെയ്യുക. ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ. ഇഫ് എക്സ് യു ബൈ ഡി ഈസ് ലെസ് ദാൻ എക്സ് യു ലിമിറ്റ് ബൈ ഡി അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഇൻ സച്ച് കേസ് നമുക്ക് എടുക്കേണ്ട മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദ ഇക്വേഷൻ ഷുഡ് ബി ഫ്രം ദാറ്റ്സ് എ മൊമെൻറ്റ് ഫ്രം ടെൻഷൻ സൈഡ് എന്നുള്ള ഇക്വേഷൻ. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ ടെൻഷൻ സൈഡ് എന്നുള്ള ഇക്വേഷൻ എടുക്കുക, എന്നിട്ട് മൊമെൻറ്റ് ചെയ്യുക. ആ ഇക്വേഷനിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂസ് 125 × 10⁶ Newton mm എന്നുള്ള ഇക്വേഷനിലോട്ട് എത്തും. നെക്സ്റ്റ് ദിസ് ഇസ് എ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം 300 mm width and 450 mm effective depth, reinforced with 3 numbers of 25 mm bar. Assume M20 grade concrete and Fe415 grade steel. ഇതും മുന്നത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. സോ എന്ത് ചെയ്യാം, ടേക്ക് ദ മൊമെൻറ്റ് ഫ്രം ദ അതർ സൈഡ്, ദാറ്റ് ഈസ് കംപ്രഷൻ സൈഡ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുക.
ആൻഡ് ദ തിങ് ഇസ് എക്സ് യു ലിമിറ്റ് ബൈ ഡീൻ്റെ വാല്യൂ ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 0.36 ഇക്വേഷനിൽ എക്സ് യു വരുമ്പം യു ഹാവ് ടു ടേക്ക് ദ വാല്യൂ ഓഫ് എക്സ് യു ലിമിറ്റ് ബൈ ഡി. ദിസ് ഇസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ for homework. RC beam of overall rectangular dimension 300 by 600 mm is reinforced with 4 HYST bars of 25 mm diameter with an effective cover to the center of reinforcement being 50 mm. Effective span of the beam is 6 meter. Calculate the ultimate moment capacity. Take M20 grade concrete. ഇവിടെ നിങ്ങൾ പുതിയ ടേം എന്നാൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. HYST ബാർ മീൻസ് FE415 ഗ്രേഡ് സ്റ്റീലാണ്. ദെൻ പുതിയതായിട്ട് വരുന്നത് ഇഫക്റ്റീവ് കവറാണ് തന്നിരിക്കുന്നത്. ഓവറോൾ ഡെപ്തും ഇഫക്റ്റീവ് കവറുമാണ് തന്നിരിക്കുന്നത്. സോ ഇഫക്റ്റീവ് ഡെപ്ത് ഈസ് ഇക്വൽ ടു ഓവറോൾ ഡെപ്ത് മൈനസ് ഇഫക്റ്റീവ് കവർ. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ് ഉള്ളൂ. സോ യു ഹാവ് ടു ഡു ദീസ് 2 ക്വസ്റ്റ്യൻസ് ആസ് ഹോംവർക്ക്. താങ്ക് യു.